കുറച്ച് കുട്ടികൾ കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല എനിക്ക്, പക്ഷെ എന്നാലും കുറച്ച് കുട്ടികൾ ഇനി അങ്ങോട്ട് ഈ ആവർത്തിക്കുന്നതിനപ്പുറം നിങ്ങളുടെ വശത്തു നിന്ന് പറയുന്നത് കേൾക്കാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. കാരണം എന്ത് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകാൻ. ആദ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ഇത് ബോധ്യമാവണം. നമ്മൾ കൺവിൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ 70 ലക്ഷം ആളുകളിലേക്ക് ഈ ഒരു ശരികൾ എത്തിക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മൗനമാണ് അത് കുറ്റകരമാവുക. നമ്മൾ പറയുന്നതിനേക്കാൾ നിങ്ങൾ പറഞ്ഞ് കേൾക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ പറയുകയും ബോധ്യപ്പെടാൻ കുട്ടികളെ പുസ്തകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്കറിയില്ല. ബോധപൂർവ്വം അങ്ങനെ ഒരു അജണ്ടയുള്ളതായി ക്യാമ്പയിനുള്ളതായിട്ട് നമുക്കറിയില്ല. എന്നാലും കണക്കുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഒറ്റപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് കേസ് ബൈ കേസായിട്ട് നമ്മൾ പഠിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് 2-3 ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇരിക്കുന്ന ആളുകൾ. നമ്മുടെ കീഴിലുള്ള ടീം മിഷണറി. അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡാറ്റ നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ആവശ്യമില്ല. പ്രഗ്നൻസി പീരീഡ് സാറിൻ്റെ സൂചിപ്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പീരീഡാണ് പ്രഗ്നൻസി പീരീഡ്. അതിൽ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടിയുള്ള ആൾ ആണിനാണ്. ടീച്ചർ പറഞ്ഞ പോലെ മതവിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമതം ഇങ്ങനെ സംഗതി പ്രോത്സാഹിപ്പിക്കുന്നതിന് പിന്നെ എക്സ്ട്രീമിസ്റ്റുകളായ ചില ആളുകൾ മതത്തിന്റെ പേരിൽ ചില എക്സ്ട്രീമിസം ബാധിച്ച ആളുകൾ ഒരുപാട് മുസ്ലിംമാരുടെ ആളുകളുണ്ട്. പിന്നെ ഞങ്ങളെ പോലെ മറ്റേ പുരോഗമനമാർക്കുള്ള ആളുകളുണ്ട്. പക്ഷെ അവരും ഇത് അംഗീകരിക്കുന്നവർ. അവരെ കൂട്ടത്തിൽ വെച്ച ചില മുസ്ലിംമാരാണ് ഇത് കൊണ്ടുപിടിച്ച് അവരുടെ ഒരു വാദമായിട്ട് എൻ്റെ അമ്മ പ്രസവിച്ചു അല്ലെങ്കിൽ എൻ്റെ അമ്മ പ്രസവിച്ചു മറ്റു പ്രസവിച്ചു അങ്ങനെ പറഞ്ഞ് കാട് കയറി അവരുടെ ഒരു ഫാൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. ഞങ്ങളൊക്കെ പണികൾ മലയാളത്തിലാണ് പ്രശ്നം. സ്വാഭാവികം ഞങ്ങൾ ഓരോ ഏരിയയിലും ക്യാമ്പയിൻ നടത്തിയത് ബോധവാന്മാരാണ്. മുജാഹിദൊക്കെ പക്ഷെ ഇവരെ ആശയപ്രകാരമുള്ള ആളുകളും ബോധവൽക്കരണമുണ്ട്. അതിലുള്ള ചില ആളുകളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അവർക്കെതിരെ സംഘടിത സുശക്തമായി എല്ലാവരും കൂടിയിട്ട് നീക്കം നടത്താം. അപ്പൊ ഈ പ്രയാസം അത് നമ്മൾ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയ കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വിശുദ്ധ റമദാനിൻ്റെ ഒരു വെള്ളിയാഴ്ച ദിവസം സാറ് വിളിച്ചെങ്കിലും അന്ന് ഞങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ് ജോലി ചെയ്യുന്നത്. പ്രസവം സിമ്പിളായിരുന്നു. പ്രസവവും രണ്ടും വലിയ ടെൻഷനുള്ള സംഗതിയാണ്. രണ്ടും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. രണ്ടും നല്ല ഒരുക്കങ്ങളും എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമ്മുടെ മകളാണെങ്കിലും മറ്റും അവർ കൊണ്ടുപോയി പരമാവധി ഡോക്ടേഴ്സ് സർജറി ഇത് ഉപേക്ഷിക്കാനും അതാണ് സർജറി വരുമോ എന്നുള്ളൊരു രീതിയും അതിന് ലക്ഷങ്ങൾ വരുമോ എന്നുള്ളൊരു പ്രയാസം പരമാവധി ഈ സർജറി ഓപ്പറേഷൻ ഒഴിവാക്കുന്ന അവസ്ഥ ഒഴിവാക്കി ഇതുപോലെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ബോധവൽക്കരണം ഇവിടെ മാത്രമല്ല പള്ളികളിലും ചർച്ചുകളിലും ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ഉത്സവങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പല പരിപാടികളിലും ഇത് നടത്തുമ്പോൾ സിമ്പിളായിട്ട് ഇത് നമുക്ക് നടത്താൻ കഴിയും. അതുപോലെ ഇത് സമുദായത്തിന്റെ പ്രശ്നമല്ല. ഇത് മനുഷ്യരാണ്.